ദ്വാപര യുഗത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്തിനാണ് അവതരിച്ചത്? അതായത് ഭൂമിയിൽ നല്ലവരായ മനുഷ്യരുടെ എണ്ണം കുറയുകയും ദുഷ്ടന്മാരായ മനുഷ്യരുടെ എണ്ണം കൂടുകയും ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തില് ധർമ്മത്തിന് ച്യുതി സംഭവിക്കുന്നു എന്ന് കണ്ടപ്പോഴാണ് ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ദ്വാപര യുഗത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ട് അവതരിച്ചത്. മനുഷ്യരൊക്കെ വല്ലാത്തൊരവസ്ഥയിലാണ്. ദാനം, ധർമ്മം, യജ്ഞം ഇതൊക്കെ മറന്ന് എല്ലാം സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു സമയം കണ്ടെത്തുക, അതുപോലെ സജ്ജനങ്ങളെ ദ്രോഹിക്കുക, ദാനം ചെയ്യുന്നവരെ പരിഹസിക്കുക തുടങ്ങിയ വല്ലാത്തൊരു തരം മാനസികാവസ്ഥയിലാണ് മനുഷ്യർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഭൂമിദേവിക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു മനുഷ്യരുടെ ഓരോ പ്രവൃത്തികൾ. വല്ലാത്തൊരു സ്ഥിതിയിലായപ്പോൾ ഭൂമിദേവി ബ്രഹ്മാവിനെ കണ്ട് തൻ്റെ സങ്കടം പറഞ്ഞു. ഭൂമിയിലെ മനുഷ്യരുടെ ഈ ഒരു ആക്രമണങ്ങളുടെ കാര്യങ്ങളും അവരുടെ ആ ഒരു സ്വഭാവങ്ങളും എല്ലാം വളരെ വിശദമായിട്ട് തന്നെ ബ്രഹ്മാവിനോട് ഭൂമിദേവി സങ്കടം പറയുകയാണ്. ഭൂമിദേവിയുടെ ഈ ഒരു അവസ്ഥ കണ്ടപ്പോൾ ബ്രഹ്മാവിനാകെ സങ്കടം തോന്നി. പക്ഷേ ബ്രഹ്മാവിന് ഈ ഒരു അവസ്ഥ പരിഹരിക്കാൻ കഴിയുമായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ ഒരു അവസ്ഥ പരിഹരിക്കാനുള്ള കഴിവില്ല. അതുകൊണ്ട് ദയവായി എനിക്ക് മുകളിൽ ഒരാളുണ്ട്, അദ്ദേഹത്തെ പോയി കാണുക. അദ്ദേഹം തീർച്ചയായും ഇതിനൊരു പരിഹാരം കാണാതിരിക്കില്ല. ഭൂമിദേവി ഉടനെ തന്നെ മഹേശ്വരനെയും ബ്രഹ്മാവിനെയും കൂട്ടി സാക്ഷാൽ മഹാവിഷ്ണുവിനെ കാണാൻ പോവുകയാണ്. 14 ലോകങ്ങൾക്ക് മുകളിൽ ധ്രുവപദത്തിനടുത്ത് ശ്വേതദ്വീപിലാണ് ലക്ഷ്മി സമേതനായി ക്ഷീരോദകശായി വിഷ്ണു ഉള്ളത്. അനേക കോടി ബ്രഹ്മാണ്ടങ്ങളുണ്ട് ഈ പ്രപഞ്ചത്തിൽ. ഓരോ ബ്രഹ്മാണ്ടത്തിലും 14 ലോകങ്ങളുണ്ട്. അതേപോലെ ഓരോ ബ്രഹ്മാണ്ടത്തിന് മുകളിലായിട്ടാണ് ഓരോ ക്ഷീരോദകശായി വിഷ്ണു ഉള്ളത്. അപ്പോൾ ഈ ബ്രഹ്മാവും മഹേശ്വരനും ഒക്കെ ധരിച്ചിരിക്കുന്നത് ഈ ഒരു ക്ഷീരോദകശായി വിഷ്ണു ആണ് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആ ഒരു ഭഗവാൻ എന്ന് പറയുന്നത്. അതേസമയം തന്നെ ഭൂമിദേവിയെയും കൂട്ടി ബ്രഹ്മാവും ശിവനും വിഷ്ണുവിനെ കാണാൻ വേണ്ടി വന്നപ്പോൾ ഭൂമിദേവിയുടെ ആ ഒരു പരാതികളൊക്കെ കേട്ടപ്പോൾ മഹാവിഷ്ണു പറയാണ്, ഇതിന് പരിഹാരം കാണാൻ എനിക്കും കഴിയില്ല, എനിക്കും മുകളിൽ ഒരാളുണ്ട്, അദ്ദേഹത്തിന് മാത്രമേ ഭൂമിദേവിയുടെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ ബ്രഹ്മാവ് ആകെ ഒന്ന് അത്ഭുതപ്പെട്ടു പോയി. അത്രയും നാളും അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത് താൻ ഒരു ബ്രഹ്മാവ് മാത്രമേ ഉള്ളൂ, അതുപോലെ ഒരു വിഷ്ണു മാത്രമേ ഉള്ളൂ, അതിന് മുകളിലായിട്ടൊരു പരബ്രഹ്മം ഉണ്ട് എന്നുള്ളത് ബ്രഹ്മാവിന് അറിയില്ലായിരുന്നു. അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ അടങ്ങിയതാണ് ഈ യൂണിവേഴ്സ് എന്നുള്ളത് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അപ്പോൾ ഇത് കേട്ടപ്പോൾ ബ്രഹ്മാവും മഹേശ്വരനും ആകെ ഒന്ന് അമ്പരന്ന് പോയി. അപ്പോൾ ഇതിനു മുകളിൽ മറ്റൊരാളുണ്ടോ, അത് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അതിനുത്തരമായിട്ട് മഹാവിഷ്ണു പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മളിൽ പലരും അങ്ങനെയാണ് ധരിച്ചിരിക്കുന്നത്. മഹാവിഷ്ണുവിൻ്റെ ഒരു അവതാരമാണ് ശ്രീകൃഷ്ണൻ എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആ ഒരു പവർ എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. ആശ്ചര്യത്തോടു കൂടി ബ്രഹ്മാവ് ചോദിക്കുകയാണ്, ഇതിനു മുകളിൽ മറ്റൊരാളുണ്ടെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹത്തെ കാണാൻ സാധിക്കുക എന്ന് ചോദിച്ചപ്പോൾ മഹാവിഷ്ണു ആ ബ്രഹ്മാണ്ടത്തിൻ്റെ ഒരു ദ്വാരം കാണിച്ചു കൊടുക്കുകയാണ്. ആ ദ്വാരത്തിൻ്റെ കഥയൊക്കെ വേറെ ഉണ്ട്. അപ്പോൾ ആ ഒരു ദ്വാരം കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, ആ ദ്വാരത്തിലൂടെ നിങ്ങൾ ഈ ബ്രഹ്മാണ്ടത്തിന് പുറത്ത് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും യഥാർത്ഥ പരബ്രഹ്മം ആരാണെന്ന്. അങ്ങനെ ത്രിമൂർത്തികളും ദേവന്മാരും ഒക്കെ ചേർന്ന് ആ ആകാശഗംഗയിലൂടെ ആ ബ്രഹ്മാണ്ടത്തിന് വെളിയിലേക്ക് കടക്കുകയാണ്. ആ ബ്രഹ്മാണ്ടത്തിന് വെളിയിലെത്തിയപ്പോൾ ഭയങ്കര അന്ധകാരമാണ്. ആ അന്ധകാരത്തിൽ അത് മുഴുവനും ജലമാണ്. ആ ജലത്തിലെ ഒരുപാട് ബ്രഹ്മാണ്ടങ്ങൾ ഇങ്ങനെ ഒഴുകി നടക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ മഹേശ്വരനും ബ്രഹ്മാവും ആകെ അമ്പരന്ന് ചോദിക്കുകയാണ്, ഇത് എന്ത് ലോകമാണ്, ഇത് ഏതാണ്? അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇങ്ങനെ അതിശയത്തോടു കൂടി നോക്കുകയാണ്. അവസാനം അവര് വിരജാ നദിക്കരയിലെത്തുകയാണ്. വിരജാ നദി എന്ന് പറയുന്നത് അത്രയ്ക്ക് പുണ്യം ചെയ്ത ആളുകൾക്ക് മാത്രമേ ആ ഒരു വിരജാ നദി കടക്കാൻ പറ്റൂ എന്നാണ് പറയുന്നത്. അങ്ങനെ ത്രിമൂർത്തികൾ ആ വിരജാ നദി കടക്കുകയാണ്. അത് കടന്നതിന് ശേഷവും ഭയങ്കരമായിട്ടുള്ള അന്ധകാരമാണ്. പെട്ടെന്ന് ഭയങ്കര തീവ്രമായിട്ടുള്ള ഒരു പ്രകാശം അവർ കാണുകയാണ്. ആ പ്രകാശത്തിൻ്റെ തീവ്രതയിൽ മറ്റൊന്നും കാണാൻ അവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ മൂവരും ചേർന്ന് ഒന്ന് ധ്യാനിക്കുകയാണ്, ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയുടെ ആ ഒരു ശക്തി കാരണം ആ ഒരു
പ്രകാശത്തിൻ്റെ ആ ഒരു തീവ്രത കുറഞ്ഞു വരികയാണ്. പ്രകാശത്തിൻ്റെ ആ ഒരു കാഠിന്യം കുറഞ്ഞപ്പോൾ അവർ കാണുകയാണ് ആദിശേഷൻ വെള്ള നിറത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. 1000 കണങ്ങളോട് കൂടിയ ആദിശേഷനെ ഇവർ കാണുകയാണ്. ആദിശേഷന്റെ തലയുടെ മുകളിലതാ താമരപ്പൂവിൻ്റെ ആ ഒരു ആകൃതിയിൽ ഗോലോകം അവർ കാണുകയാണ്. അവർ ആശ്ചര്യത്തോടെ കൗതുകത്തോടെ ആ ഒരു കാഴ്ച കണ്ട് ആസ്വദിക്കുകയാണ്. ഗോലോകത്തേക്ക് കടക്കണമെങ്കിൽ ആദിശേഷന്റെ അനുവാദം ആവശ്യമാണ്. ത്രിമൂർത്തികൾക്ക് ആദിശേഷൻ അനുവാദം കൊടുക്കുകയാണ്. അങ്ങനെ ത്രിമൂർത്തികള് ആദിശേഷന്റെ അനുവാദത്തോടു കൂടി ഗോലോകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഗോലോകത്തെ ആ കാഴ്ചകൾ കണ്ട് അവരിങ്ങനെ അത്ഭുതപ്പെട്ടു പോയി, സ്തംഭിച്ചു പോയി. അവിടെ ഭഗവാന്റെ അതേ സൗന്ദര്യത്തോടു കൂടി ഒരുപാട് ആൾക്കാരെ അവർ കാണുകയാണ്. അതാണ് ഭഗവാൻ നൽകിയ സച്ചിദാനന്ദ സ്വരൂപം എന്ന് പറയുന്നത്. ഭഗവാൻ അവിടെ എത്തുന്ന ഓരോ ആത്മാവിനും ഭഗവാന്റേതായിട്ടുള്ള ഓരോ രൂപം കൊടുക്കുകയാണ്. ആ ഒരു രൂപമാണ് സച്ചിദാനന്ദ സ്വരൂപം. വളരെ തേജോമയമായിട്ടുള്ള ആൾക്കാരാണ് എല്ലാവരെയും അവിടെ കാണാൻ സാധിക്കുന്നത്. അവിടെ ഒരുപാട് ദ്വാരപാലകന്മാരുണ്ട്. അപ്പൊ അവരോടൊക്കെ അനുവാദം ചോദിച്ചതിന് ശേഷമാണ് ഇവര് ആ ഒരു ഗോലോകത്തിനകത്തേക്ക് പോകുന്നത്. ഗോലോകത്ത് അവരെത്തിയപ്പോൾ ശരിക്കും ആ ഒരു വൃന്ദാവനത്തിൻ്റെ ആ ഒരു മാധുര്യം അവരെ ശരിക്കും ആസ്വദിക്കുകയാണ്. ഭൂമിയിലെ വൃന്ദാവനം എന്ന് പറയുന്നത് ആ ഒരു ഗോലോകത്തിൻ്റെ വൃന്ദാവനത്തിൽ നിന്നും ഒരു പോർഷൻ അടർത്തിയെടുത്ത് ഭഗവാൻ സൃഷ്ടിച്ചതാണ്. രാധാറാണിക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. രാധാറാണി വൃന്ദാവനം ഉണ്ടെങ്കിൽ മാത്രമേ ഭൂമിയിൽ ജന്മമെടുക്കൂ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ആ ഗോലോകത്തിൽ നിന്നും ഒരു പോർഷൻ എടുത്ത് സൃഷ്ടിച്ചതാണ്. ശരിക്കുമുള്ള ആ ഒരു വൃന്ദാവനം എന്ന് പറയുന്നത് അത് ആ ഗോലോകത്ത് നിന്ന് അത് അവിടെ കണ്ടപ്പോൾ ഇവർ ശരിക്കും ഒന്ന് ഞെട്ടിപ്പോയി. അത്രക്കും മനോഹരമായിട്ടുള്ള ആ ഒരു എന്താ പറയുക, അവിടുത്തെ ആ ഒരു പൂന്തോട്ടവും നദികളും വൃക്ഷങ്ങളും അതുപോലെ ഒരുപാട് പശുക്കളും സുന്ദരികളായ ആൾക്കാരും സുന്ദരന്മാരും അതുപോലെ ഓരോ കാഴ്ചകളും അവരിങ്ങനെ മതിമറന്ന് ആസ്വദിക്കുകയാണ്. അതിമനോഹരമായ 32 വനങ്ങളാണ് ഗോലോകത്തുള്ളത്, ആ വൃന്ദാവനത്തിലുള്ളത്. അങ്ങനെ ആ വൃന്ദാവനത്തിലെ 32 വനങ്ങളിലെയും അതിസുന്ദരമായ കാഴ്ചകളൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് നടന്നു പോവുകയാണ് ത്രിമൂർത്തികൾ. അങ്ങനെ നടന്ന് പോകുമ്പോൾ അതിൻ്റെ ഒരു ഒത്ത നടുവിലായി വലിയൊരു താമരപ്പൂവ്, 1000 ഇതളോട് കൂടിയ താമരപ്പൂവ്. അതിന് മുകളിലാണ് സാക്ഷാൽ ശ്രീകൃഷ്ണൻ രാധാസമേതനായി ഇരിക്കുന്നത്. അപ്പോൾ ഇവരിങ്ങനെ നടന്ന് ആ താമരപ്പൂവിൻ്റെ മുകളിലെത്തി. അവിടുന്ന് മുകളിലേക്ക് സ്റ്റെപ്പ് കയറി എത്തുമ്പോഴാണ് അവർ ശരിക്കും ആ ഒരു തേജോമയ അതിശക്തമായിട്ടുള്ള ഒരു പ്രകാശം, അതിനുള്ളിൽ സാക്ഷാൽ ശ്രീകൃഷ്ണൻ രാധാസമേതനായി പുഞ്ചിരി തൂകിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. അതിവർ 3 പേര് കാണുകയാണ്. അതിഭയങ്കരമായിട്ട് അലങ്കരിച്ചിട്ടുള്ള ആ ഒരു സിംഹാസനത്തിൽ ഭഗവാൻ ഇങ്ങനെ പുഞ്ചിരിച്ചു കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. രാധാറാണിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വേണുനാദം പൊഴിക്കുകയാണ് ഭഗവാൻ. ഇപ്പോഴാണ് ബ്രഹ്മാവിനും മഹേശ്വരനുമൊക്കെ ആ യഥാർത്ഥ പരബ്രഹ്മം, അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടനാഥനായ ആ യഥാർത്ഥ പരബ്രഹ്മം ആരാണെന്ന് മനസ്സിലായത്. അത്രയ്ക്ക് മനോഹരമായ ആ ഒരു രൂപം അവർ അതിനു മുൻപെങ്ങ് കണ്ടിട്ടില്ല. ആ രൂപം ഇങ്ങനെ മനസ്സിലിങ്ങനെ ആസ്വദിച്ച് ലയിച്ചിരിക്കുകയാണ് ത്രിമൂർത്തികൾ.